Hi all, welcome to I Plus. ഞാൻ അക്ഷര. നമ്മൾ പഠിക്കാൻ പോകുന്ന ടോപ്പിക്ക് നമുക്ക് സൈക്കോളജിയിലെ ടീച്ചർ റോൾസ് ആണ്. ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡുമായിട്ട് ബന്ധപ്പെട്ട് കുറേ കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. ടീച്ചർ റോൾസ് നമുക്ക് സ്പെസിഫൈ ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ടോപ്പിക്കിൽ ശ്രദ്ധിക്കേണ്ട കാര്യം സെപ്പറേറ്റ് ആയിട്ട് ഇനി വീണ്ടും ഈ ഒരു ഭാഗം റിവൈസ് ചെയ്യാൻ വരേണ്ട കാര്യമൊന്നുമില്ല. നമ്മളിപ്പോൾ പഠിക്കുന്നതിൻ്റെ കൂടെ തന്നെ ഈ ടോപ്പിക്കും കംപ്ലീറ്റ് ആയിട്ട് റിവിഷൻ അടക്കം നമ്മൾ നടത്തി പോവുകയാണ്. പിന്നെ ക്വസ്റ്റ്യൻസ് കൂടെ വർക്കൗട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു ഏരിയ കംപ്ലീറ്റ് ആയിട്ട് ക്ലിയർ ആവും. എക്സ്ട്രാ ടൈം കൊടുത്ത് പഠിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ പേപ്പറും പേനയൊക്കെ എടുത്തോണം, പ്രധാനപ്പെട്ട പോയിന്റ്സ് നോട്ട് ചെയ്തോണം. അത് തന്നെ സിലബസിൽ പറയുന്ന ടീച്ചർ റോൾസ് എന്ന് പറഞ്ഞാൽ മോട്ടിവേറ്റർ, ഫെസിലിറ്റേറ്റർ, ഡെമോക്രാറ്റിക് ലീഡർ, ഗൈഡ്, കൗൺസിലർ, മെൻറ്റർ, സോഷ്യൽ എഞ്ചിനീയർ. അപ്പോൾ ഇത്രയും റോൾസിനെ കുറിച്ചും അവയുടെ ക്ലാസ് റൂം ഇംപ്ലിക്കേഷനെ കുറിച്ചുമാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. ആദ്യം തന്നെ ടീച്ചർ ആസ് എ മോട്ടിവേറ്റർ. കൂടുതൽ നമുക്കൊരു ആമുഖമൊന്നും പറയേണ്ട ആവശ്യമില്ല അല്ലേ, നമുക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യങ്ങളാണ്. അപ്പോൾ എന്തൊക്കെയാണ് ഒരു ടീച്ചറിൻ്റെ റോള്? ആദ്യത്തെ ഒരു റോള് തന്നെ ഒരു മോട്ടിവേറ്ററിൻ്റെ റോളാണ്. ഈ ടീച്ചർ ഹു മോട്ടിവേറ്റ് ഹെൽപ്പ് സ്റ്റുഡൻസ് ഡെവലപ്പ് ടു ഡിസയർ ടു ലേൺ. പഠിക്കാനായിട്ടുള്ള ഒരു ഡിസയർ ഡെവലപ്പ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്, ഒരു മോട്ടിവേഷൻ, ഒരു പ്രേരണ കൊടുക്കുന്ന വ്യക്തിയാണ് ടീച്ചർ. അപ്പോൾ ടീച്ചർ കൊടുക്കുന്ന മോട്ടിവേഷൻ എന്ത് മോട്ടിവേഷനാണ്? ഇൻട്രൻസിക് ആണോ? അല്ല, എക്സ്ട്രിൻസിക് ആയിട്ട്. ടീച്ചർ എന്ന് പറയുന്നത് ഒരു എക്സ്റ്റേണൽ ഫാക്ടറാണ്. എക്സ്റ്റേണൽ ഫാക്ടർ കൊണ്ടുണ്ടാകുന്ന മോട്ടിവേഷൻ എക്സ്ട്രിൻസിക് മോട്ടിവേഷൻ ആണ്. മോട്ടിവേഷൻ ക്യാൻ ബി ഇൻട്രസ്റ്റിക് ഫ്രം വിത്തിൻ ഓർ എക്സ്ട്രിൻസിക് ഫ്രം റിവാർഡ്സ്. നമുക്ക് ഉള്ളിൽ നിന്നൊരു മോട്ടിവേഷൻ ഉണ്ടാവുകയാണെങ്കിൽ അതിനെ ഇൻട്രൻസിക് എന്ന് പറയും. പുറമേയുള്ള ഫാക്ടേഴ്സ് കൊണ്ട് വന്നാലും എക്സ്ട്രിൻസിക് എന്ന് പറയും. ദ ടീച്ചർ ക്രിയേറ്റ് എ ലേണിംഗ് എൻവയോൺമെന്റ് ഇൻ വിച്ച് സ്റ്റുഡൻസ് ഫീൽ എന്തൂസിയാസ്റ്റിക്, കോൺഫിഡൻറ്റ് ആൻഡ് വില്ലിംഗ് ടു പ്രാക്ടീസ്. ടീച്ചർ എങ്ങനത്തെ ഉള്ള എൻവയോൺമെന്റ് ആണ് കൊടുക്കുന്നത്? കുട്ടികൾക്കൊരു എന്തൂസിയാസം ഉണ്ടാവണം, കോൺഫിഡൻ്റ് ആയിരിക്കണം, അവർക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ടുള്ളൊരു വില്ലിങ്നെസ് ഉണ്ടാകണം. എ മോട്ടിവേറ്റഡ് ലേണർ പുട്ട്സ് ഇൻ മോർ എഫേർട്ട് ആൻഡ് അച്ചീവ്സ് ബെറ്റർ റിസൾട്ട്. ഒരു മോട്ടിവേഷനുള്ള കുട്ടിയാണെങ്കിൽ കൂടുതൽ എഫേർട്ട് ഇടുകയും കൂടുതൽ ബെറ്റർ ആയിട്ടുള്ള അച്ചീവ്മെൻറ്റ് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യും. ഫങ്ഷൻസ് നോക്കിയാൽ ഒരു മോട്ടിവേറ്റർ എന്നുള്ള രീതിയിൽ ടീച്ചറിന്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണ്? സ്റ്റിമുലേറ്റ് ഇൻട്രസ്റ്റ് യൂസിങ് റിയൽ ലൈഫ് എക്സാമ്പിൾ, സ്റ്റോറീസ്, ആക്ടിവിറ്റീസ് ആൻഡ് ഡെമോൺസ്ട്രേഷൻ. റിയൽ ലൈഫ് എക്സാമ്പിൾ കൊടുക്കും, സ്റ്റോറീസ് പറയും, ആക്ടിവിറ്റീസ് കൊടുക്കും, ഡെമോൺസ്ട്രേഷൻസ് കൊടുക്കും. അതിലൂടെ കുട്ടിയിലെ ഇൻട്രസ്റ്റ് ഉണ്ടാക്കിയെടുക്കും. ബിൽഡ് സെൽഫ് കോൺഫിഡൻസ് ബൈ അപ്രീഷിയേറ്റിംഗ് എഫേർട്ട് നോട്ട് ജസ്റ്റ് ഔട്ട്കം. ഇപ്പോൾ ഒരു കുട്ടി ഒരു കാര്യം ഒരു എഫേർട്ട് എടുക്കുകയാണെങ്കിൽ അതിന് തന്നെ അപ്രിഷിയേഷൻ കൊടുക്കണം. അല്ലാതെ ഔട്ട്കം കൊണ്ടുവന്നാൽ മാത്രമേ അതിനെ അപ്രിഷിയേറ്റ് ചെയ്യൂ എന്നുള്ള പരിപാടി പാടില്ല. അവരെടുക്കുന്ന ഓരോ എഫേർട്ടും നമ്മൾ മാനിക്കണം, അതിനുള്ള അപ്രിസിയേഷൻ കൊടുക്കണം. സെറ്റ് അച്ചീവബിൾ ഗോൾസ് സോ ദാറ്റ് സ്റ്റുഡൻസ് എക്സ്പീരിയൻസ് സക്സസ് ഫ്രീക്വൻറ്റ്ലി. അവരെ കൊണ്ട് അച്ചീവ് ചെയ്യാൻ പറ്റുന്ന ഗോൾ കൊടുക്കണം അല്ലേ. ഇപ്പം 50 ഒരു 0 മാർക്ക് വാങ്ങിച്ചുകൊണ്ടിരുന്ന കുട്ടിയോട് നീ അടുത്ത പരീക്ഷയ്ക്ക് 50 വാങ്ങണമെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇല്ല. ചെറിയ ചെറിയ ഗോളുകൾ കൊടുക്കണം. 50 നീ ഒരു 5 മാർക്ക് വാങ്ങും, ഒരു പരീക്ഷയ്ക്ക് വാങ്ങിക്കുന്നു. അടുത്ത ദിവസം അടുത്ത പരീക്ഷ നീ ഒരു 10 മാർക്ക് വാങ്ങും. അങ്ങനെ അവർക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്ന ഗോളുകൾ കൊടുത്ത് അവർ അച്ചീവ് ചെയ്യുമ്പോൾ അവരെ മോട്ടിവേറ്റ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകണം. റിഡ്യൂസ് ഫിയർ ഓഫ് ഫെയിലർ ബൈ എൻകറേജിങ് എ ഗ്രോത്ത് മൈൻഡ്സെറ്റ്. അപ്പോൾ തോറ്റ് പോകുമെന്നുള്ള ഭയമായിട്ടിരിക്കുമ്പോൾ ആ ഒരു ഭയത്തെ ഒരിക്കലും നമ്മൾ ഊട്ടി ഉറപ്പിക്കാൻ പാടില്ല. ഒരു ഗ്രോത്ത് മൈൻഡ് സെറ്റാണ് ആവശ്യം. മിസ്റ്റേക്സ് ആർ പാർട്ട് ഓഫ് ലേണിംഗ്. തെറ്റുകൾ ഉണ്ടാവട്ടെ, തെറ്റ് പറ്റട്ടെ, അത് നമ്മുടെ പഠനത്തിൽ ആ സ്റ്റെപ്പുകളാണെന്ന് തന്നെ പറയല്ലേ. മിസ്റ്റേക്ക് വരുത്തിയാലേ നമുക്ക് പഠിക്കാൻ പറ്റത്തുള്ളൂ. ആ കാര്യം പറഞ്ഞ് മനസ്സിലാക്കാം. അണ്ടർസ്റ്റാൻഡ് ഇൻഡിവിജ്വൽ ഡിഫറൻസ് ആൻഡ് മോട്ടിവേറ്റ് ഈച്ച് ലേൺ അക്കോർഡിംഗ് ടു ദെയർ നീഡ്സ്. നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം എല്ലാ കുട്ടികളും ഒരുപോലെയാണോ? അല്ല. ഓരോരുത്തരും ഓരോ ലേണിംഗ് സ്റ്റൈലുള്ളവരാണ്, ലേണിംഗ് എബിലിറ്റി ഉള്ളവരാണ്. അപ്പോൾ ഓരോ ലേണറിൻ്റെയും ഒരു നീഡ് അനുസരിച്ച് കൊണ്ട് അവർ ഇൻഡിവിജ്വൽ ഡിഫറൻസ് മനസ്സിലാക്കിക്കൊണ്ടുള്ള മോട്ടിവേഷൻ പ്രൊവൈഡ് ചെയ്യുക. ഷോ എന്തൂസിയാസം ബിക്കോസ് ടീച്ചേഴ്സ് എനർജി ഇൻഫ്ലുവൻസ് സ്റ്റുഡൻസ്. എപ്പോഴും ഒരു എന്തൂസിയാസം കാണിക്കാം. എന്നാൽ മാത്രം എല്ലാ കാര്യത്തിലും ഒരു ടീച്ചറിനൊരു ജിജ്ഞാസയൊക്കെ ഉണ്ടെങ്കിലേ കുട്ടിക്കും ആ ഒരു ഇൻഫ്ലുവൻസിലൂടെ കുട്ടിക്കും അതിൽ ഒരു എന്തൂസിയാസം ഉണ്ടാവത്തുള്ളൂ. ടീച്ചർ നിങ്ങൾക്ക് വേണമെങ്കിൽ പഠിക്കും. ഒരു താല്പര്യം ഇല്ലാതെ ഇരുന്ന് കഴിഞ്ഞാൽ കുട്ടികളും അങ്ങനെ ആയിപ്പോവും. ടീച്ചർ മോട്ടിവേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ടീച്ചർ ഓൾറെഡി മോട്ടിവേറ്റഡ് ആയിരിക്കണം. ക്ലാസ് റൂം ഇംപ്ലിക്കേഷൻ നോക്കിയാൽ സ്റ്റാർട്ട് ലെസൺ വിത്ത് ഹൂക്സ്, ക്വസ്റ്റ്യൻസ്, പസിൽസ് ഓഫ് സർപ്രൈസിങ് ഫാക്ട്. ക്ലാസ്സുകൾ വളരെ ബോറിംഗ് ആയിട്ട് തുടക്കാതെ എന്തെങ്കിലുമൊക്കെ രസമുള്ള കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുത്ത് ചോദ്യങ്ങളൊക്കെ ചോദിച്ച് പസിൽസ് ഒക്കെ കൊടുത്ത് ഒരു ഫാക്റ്റ് ഒക്കെ പറഞ്ഞുകൊണ്ട് ക്ലാസ് തുടങ്ങാം. പഠിക്കാൻ തന്നെ ഒരു മോട്ടിവേഷൻ ഉണ്ടാവണം. എൻകറേജ് റീസണബിൾ റിസ്ക് ടേക്കിംഗ് ആൻഡ് പാർട്ടിസിപ്പേഷൻ. അത്യാവശ്യം റിസ്കുകളൊക്കെ കൊടുത്തുകൊണ്ട് പാർട്ടിസിപ്പേഷനൊക്കെ ഉറപ്പുവരുത്തുക. യൂസ് റീഇൻഫോഴ്സ്മെന്റ് ലൈക്ക് പ്രൈസ്, റെക്കഗ്നീഷൻ, സ്റ്റാഫ്സ് ഓർ എൻകറേജിങ് കമന്റ്സ്. പ്രൈസ് അവരെ പുകഴ്ത്തുക, അല്ലെങ്കിൽ അവരെ റെക്കഗ്നൈസ് ചെയ്യും. ഒരു എഫേർട്ട് കുട്ടിയിടുമ്പോൾ അതിനെ നമ്മളത്
കണ്ടു എന്ന് ഉറപ്പ് വരുത്തുക അല്ലേ. പിന്നെ എന്താണ്, ചെറിയ കുട്ടികളൊക്കെ സ്റ്റാർസ് കൊടുക്കാം, അല്ലെങ്കിൽ എന്ത് ചെയ്യുക, കമൻറ്റുകൾ എൻകറേജ് ചെയ്യുക, ഇതൊക്കെ നമ്മൾ ചെയ്യാം. Then give meaningful feedback that focus on improvement and not criticism. Meaningful ആയിട്ടുള്ള ഫീഡ്ബാക്ക് കൊടുക്കുക, ഇമ്പ്രൂവ്മെൻറ്റിൽ ഫോക്കസ് ചെയ്യുക, അല്ലാതെ ക്രിറ്റിസിസത്തിനെ അല്ല ഫോക്കസ് ചെയ്യേണ്ടത്. അടുത്ത ക്രിയേറ്റ് എ വാം എൻവയോൺമെൻറ്റ് വേർ എവരി ലേണർ ഫീൽ വാല്യൂഡ്. ഒരു വാം ആയിട്ടുള്ള എൻവയോൺമെൻറ്റ് കൊടുക്കണം. എല്ലാ ലേണറിനും എന്താണ്, അവർ വാല്യൂ ചെയ്യപ്പെടുന്നു എന്ന് തോന്നലുണ്ടാവണം. സപ്പോർട്ട് സ്ലോ ലേണേഴ്സ് പേഷ്യൻ്റ്ലി ആൻഡ് സെലിബ്രേറ്റ് ഈവൻ സ്മാൾ പ്രോഗ്രസ്. സ്ലോ ലേണേഴ്സിനെ എന്താണ്, ക്ഷമയോടുകൂടി എന്ത് ചെയ്യുക, അവരുമായിട്ട് ഡീൽ ചെയ്യുക, അവരുടെ ചെറിയ പ്രോഗ്രസ് പോലും എന്താണ് സെലിബ്രേറ്റ് ചെയ്യുക. അതാണ് മോട്ടിവേറ്റർ എന്നുള്ള ആ ഒരു റോൾ. അടുത്ത റോൾ എന്താണെന്ന് നോക്കാം. ഫെസിലിറ്റേറ്റർ. ടീച്ചർ ആസ് എ ഫെസിലിറ്റേറ്റർ. എ ഫെസിലിറ്റേറ്റർ ഷിഫ്റ്റ് ഫ്രം എ സേജ് ഓൺ ദ സ്റ്റേജ് ടു ഗൈഡ് ഓൺ ദ സൈഡ്. അപ്പോൾ എന്താണ്, സ്റ്റേജിലിരിക്കുന്ന ഒരു സേജ് എന്നല്ല, പകരം എന്താണ്, ഗൈഡ് ഓൺ ദ സൈഡ്, കൂടെ നിന്നുകൊണ്ട് എന്ത് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുന്ന ആ ഒരു ഫിഗറിലോട്ട് മാറുക. Instead of telling everything, the teacher create opportunity for students to explore, construct knowledge, experiment and collaborate and discover ideas independently. അപ്പോൾ നോക്കിക്കേ, ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കുക കുട്ടികൾക്ക് എക്സ്പ്ലോർ ചെയ്യാൻ, നോളജ് കൺസ്ട്രക്ട് ചെയ്യാൻ, എക്സ്പെരിമെൻ്റ് നടത്താൻ, കൊലാബറേറ്റ് ചെയ്യാൻ, അതുപോലെ എന്താണ് ഡിസ്കവർ ഐഡിയാസ് ഇൻഡിപെൻഡൻ്റ്ലി, ഐഡിയാസിനെ എന്താണ് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഡിസ്കവർ ചെയ്യാനായിട്ട് അങ്ങനെയൊക്കെയുള്ള അവസരം കൊടുക്കുക. അതോടൊപ്പം എന്താണ് കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്യുക. അതാണ് ടീച്ചർ ചെയ്യേണ്ടത്. ദിസ് റോൾ റിഫ്ലെക്ട് കൺസ്ട്രക്റ്റീവിസ്റ്റ് ലേണിംഗ് തിയറി. കൺസ്ട്രക്റ്റീവിസം നമ്മൾ പഠിച്ചോലെ, സ്കഫോൾഡിങ് എന്നുള്ള റോളൊക്കെ നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ കൺസ്ട്രക്റ്റീവിസത്തിൽ എന്താവശ്യമാണ്, കുട്ടി നോളജിനെ കൺസ്ട്രക്ട് ചെയ്യുവാണ്. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള സാഹചര്യം സൃഷ്ടിച്ചു കൊടുക്കുകയാണ് ടീച്ചർ ചെയ്യേണ്ടത്. ഡിസൈൻ ലേണിംഗ് എക്സ്പീരിയൻസ്, പ്രൊജക്ട്, എക്സ്പെരിമെന്റ്സ്, ഫീൽഡ് വിസിറ്റ് ആൻഡ് ഗ്രൂപ്പ് ആക്ടിവിറ്റി. ടീച്ചേഴ്സ് എന്ത് ചെയ്യണം, ലേണിംഗ് എക്സ്പീരിയൻസുകളൊക്കെ ഡിസൈൻ ചെയ്യണം. പ്രൊജക്ട്സ് ആവട്ടെ, എക്സ്പെരിമെന്റ്സ് ആവട്ടെ, ഫീൽഡ് വിസിറ്റ് ആവട്ടെ, ഗ്രൂപ്പ് ആക്ടിവിറ്റി ആവട്ടെ, ഇതൊക്കെ ടീച്ചർ എന്ത് ചെയ്യണം, ടീച്ചർ ഇതിനെയൊക്കെ ഡിസൈൻ ചെയ്യണം. എൻകറേജ് ഇൻക്വയറി ബൈ ഗിവിംഗ് ക്വസ്റ്റ്യൻസ് റാദർ ദാൻ ഡയറക്റ്റ് ആൻസേഴ്സ്. ഇൻക്വയറി ഉറപ്പുവരുത്തണം അല്ലേ, കുട്ടികൾ ചോദ്യം ചോദിക്കണം. അല്ലാതെ ടീച്ചർ ഡയറക്റ്റ് എന്താ, കുട്ടി എന്ത് ചോദിക്കുന്നോ ഉത്തരം പറയാൻ ടീച്ചർ ഇങ്ങനെ റെഡി ആയിട്ടിരിക്കില്ല. കുട്ടികൾ ചോദ്യം ചോദിച്ച് ഉത്തരം കണ്ടെത്തണം. ദെൻ പ്രൊവൈഡ് സ്കഫോൾഡിങ്, ടെമ്പററി സപ്പോർട്ട് ദാറ്റ് ഈസ് റെഡ്യൂസ്ഡ് ആസ് ദ സ്റ്റുഡൻറ് ബിക്കം ഇൻഡിപെൻഡൻസ്. സ്കഫോൾഡിങ്ങിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞില്ലേ, ആവശ്യത്തിന് കൊടുക്കുന്ന ടെമ്പററി ആയിട്ട് താൽക്കാലികമായിട്ട് കൊടുക്കുന്ന സപ്പോർട്ടാണ്. സ്റ്റുഡൻറ് ഇൻഡിപെൻഡൻ്റ് ആകുമ്പോഴത്തേക്ക് എന്ത് ചെയ്യണം, ആ ഒരു സപ്പോർട്ട് അങ്ങ് റെഡ്യൂസ് ചെയ്യണം. ദെൻ എൻഷുർ ആക്റ്റീവ് ഇൻവോൾവ്മെൻറ്റ് ത്രൂ ഹാൻഡ്സ് ഓൺ ലേണിംഗ്. എന്താണ് ആക്റ്റീവായിട്ടുള്ള ഇൻവോൾവ്മെൻറ്റ് അവിടെ ഉറപ്പുവരുത്തണം. ഹാൻഡ്സ് ഓൺ ലേണിംഗ് കാര്യം കുട്ടികൾ ചെയ്ത് പഠിക്കണം. Then user resources like models, charts, ICT tools and real life materials to enrich learning. മോഡൽസും ചാർട്ട്സും ICT ടൂൾസും റിയൽ ലൈഫ് മെറ്റീരിയൽസും ഒക്കെ എന്താണ് ലേണിംഗ് എൻറിച്ച് ചെയ്യാനായിട്ട് ഉപയോഗിക്കാം. ദെൻ എന്താ, ഒബ്സർവ് ലേണേഴ്സ് ആൻഡ് അഡ്ജസ്റ്റ് ഇൻസ്ട്രക്ഷൻ അക്കോർഡിംഗ് ടു ദെയർ പേസ്. അപ്പോൾ ലേണേഴ്സിനെയൊക്കെ ഒബ്സർവ് ചെയ്തിട്ട് അവരുടെ പേസ് മനസ്സിലാക്കുക. ചില കുട്ടികൾക്ക് ഒരുപാട് സമയം വേണം പഠിക്കാൻ. അപ്പോൾ അവർക്ക് എന്ത് ചെയ്യണം, കുറച്ച് സ്കഫോൾഡിങ്, കുറച്ച് ഹെൽപ്പ് കൂടുതൽ നേരം കൊടുക്കേണ്ടിയിട്ട് വരും. ചിലർ പെട്ടെന്ന് പഠിക്കും, അപ്പോൾ അവർക്ക് കുറച്ച് ഹെൽപ്പ് കൊടുത്താൽ മതി. Then classroom implication നോക്കിയാൽ ഓർഗനൈസ് ദ സീറ്റിംഗ് സോ സ്റ്റുഡൻസ് ക്യാൻ ഇൻട്രാക്ട്. കുട്ടികളെ തമ്മിൽ ഇൻട്രാക്ട് ചെയ്യുന്ന രീതിയിൽ സോഷ്യൽ ഇൻട്രാക്ഷൻ കൺസ്ട്രക്റ്റീവിസത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ. സർക്കിളായിട്ട് അല്ലെങ്കിൽ ഗ്രൂപ്പ് സീറ്റിംഗ് ഒക്കെ നടത്തണം. ദെൻ എന്താ, യൂസ് ലേണിംഗ് സ്റ്റേഷൻസ്, ലബോറട്ടറി ആക്ടിവിറ്റീസ് ഓർ കൊളാബറേറ്റീവ് ടാസ്ക്. അപ്പോൾ അവർക്ക് എന്താണ് ലേണിങ്ങിന് വേണ്ടി ഒരു സ്റ്റേഷൻ ജസ്റ്റ് എന്താണ് സെപ്പറേറ്റ് അറേഞ്ച്മെൻ്റ് ആയിട്ട് കൊടുക്കാം, ലബോറട്ടറി ആക്ടിവിറ്റീസ് കൊടുക്കാം, കൊളാബറേറ്റീവ് ടാസ്ക് കൊടുക്കാം. അപ്പോൾ അവർ സഹകരിച്ച് അവരെന്ത് ചെയ്യുന്നു, സ്വന്തമായിട്ട് കാര്യങ്ങൾ കണ്ടെത്തി മുന്നോട്ട് പോകാനായിട്ടുള്ള സാഹചര്യം കൊടുക്കാം. ഗിവ് ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻസ് ടു ഡെവലപ്പ് ഹൈ ഓർഡർ തിങ്കിങ്. അവരുടെ തിങ്കിങ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യാം, ഓപ്പൺ എൻഡഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് കൊടുക്കുക. യെസ് ഓർ നോ ക്വസ്റ്റ്യൻ അല്ല, കുട്ടികൾക്ക് എന്താണ് ചിന്തിച്ച് സ്വയം കാര്യങ്ങൾ കണ്ടെത്താനായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ കൊടുക്കാം. എൻകറേജ് സ്റ്റുഡൻസ് ടു ഡു റിസർച്ച് ആൻഡ് പ്രസന്റ് ഫൈൻഡിങ്സ്. റിസർച്ച് ചെയ്യാനും ഫൈൻഡിങ്സ് ഒക്കെ പ്രസന്റ് ചെയ്യാനുമുള്ള അവസരം കൊടുക്കാം. അലോ സ്റ്റുഡൻസ് ടു മേക്ക് ആ ചോയ്സസ് ഇൻ ലേണിംഗ്, ടോപ്പിക്സ്, മെത്തേഡ്സ് ആൻഡ് റൂൾസ്. ലേണിങ്ങിൽ ചോയ്സസ് കൊടുക്കാം. ടോപ്പിക്സ് ആവട്ടെ, മെത്തേഡ്സ് ആവട്ടെ, റോൾസ് ആവട്ടെ, അങ്ങനെ ചോയ്സ് കൊടുക്കാം. റെഡ്യൂസ് ലെക്ചറിങ് ടൈം, ഇൻക്രീസ് സ്റ്റുഡൻസ് ഡിസ്കഷൻ ഓൺ ടൈം. ടീച്ചർ ലെക്ചർ ചെയ്യുന്ന സമയം കുറച്ചിട്ട് കുട്ടികൾക്ക് ഡിസ്കസ് ചെയ്യാനുള്ള ടൈം കൂടുതലായിട്ട് കൊടുക്കാം. അടുത്ത ടീച്ചർ ആസ് എ ഡെമോക്രാറ്റിക് ലീഡർ. അടുത്ത ഒരു റോളാണ് ടീച്ചറിൻ്റെ റോൾ. എന്താണ് ഡെമോക്രാറ്റിക് ലീഡർ എന്താണെന്ന് നോക്കാം. ഡെമോക്രാറ്റിക് ലീഡർ പ്രൊമോട്ട് ഫ്രീഡം, ഇക്വാളിറ്റി ആൻഡ് പാർട്ടിസിപ്പേഷൻ. ടീച്ചർ എൻകറേജ് സ്റ്റുഡൻസ് ടു എക്സ്പ്രസ് ഒപ്പീനിയൻ, ടേക്ക് ഡിസിഷൻ ആൻഡ് ഷെയർ റെസ്പോൺസിബിലിറ്റി. ഡെമോക്രാറ്റിക് ലീഡർ എന്ന് വെച്ചാൽ എന്താണ്, ഫ്രീഡം പ്രൊമോട്ട് ചെയ്യുന്ന ആളാകണം, ഇക്വാളിറ്റി ഉറപ്പുവരുത്തണം, പാർട്ടിസിപ്പേഷൻ ഉറപ്പുവരുത്തണം. ടീച്ചർ എൻകറേജ് സ്റ്റുഡൻസ് ടു എക്സ്പ്രസ് ഒപ്പീനിയൻ, ടേക്ക് ഡിസിഷൻ ആൻഡ് ഷെയർ റെസ്പോൺസിബിലിറ്റി. കുട്ടികളെ എന്താണ് ഒപ്പീനിയൻ ഷെയർ ചെയ്യാൻ, ഡിസിഷൻ എടുക്കാൻ, റെസ്പോൺസിബിലിറ്റി ഷെയർ
ഷെയർ ചെയ്യാനും ഒക്കെ ആയിട്ട് എന്ത് ചെയ്യണം, എൻകറേജ് ചെയ്യണം. ദിസ് റോൾ നർച്ചേഴ്സ് റെസ്പോൺസിബിൾ സിറ്റിസൺഷിപ്പ് ആൻഡ് റെസ്പെക്ട് ഫോർ ഡൈവേഴ്സിറ്റി. അവിടെ എന്താണ് സിറ്റിസൺഷിപ്പ്, റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു പൗരനായിട്ട് വളർന്നു വരാനും വൈവിധ്യങ്ങളെ അംഗീകരിക്കുന്ന ഒരു വ്യക്തിയാകാനായിട്ടും ടീച്ചർ എന്ത് ചെയ്യണം, അത് മനസ്സിലാക്കി കൊടുത്ത് ആ ഒരു രീതിയിൽ കുട്ടിയെ കൊണ്ടുവരണം. ഇപ്പോൾ പ്ലാനിങ്ങിലാവട്ടെ, റൂൾ മേക്കിങ്ങിലാവട്ടെ, ഡിസിഷൻ മേക്കിങ്ങിലാവട്ടെ, എല്ലായിടത്തും എന്ത് ചെയ്യണം, കുട്ടിയെ നമ്മൾ എന്ത് ചെയ്യണം, ഉൾപ്പെടുത്തണം. ആ ഒരു പാർട്ടിസിപ്പേഷൻ നമ്മൾ ഉറപ്പ് വരുത്തണം. അടുത്ത പ്രമോട്ട് കോപ്പറേഷൻ റാദർ ദാൻ കോമ്പറ്റീഷൻ. കുട്ടികൾ തമ്മിൽ എന്ത് ചെയ്യണം, സഹകരണം വർദ്ധിപ്പിക്കണം, അല്ലാതെ അവർ തമ്മിലുള്ള കോമ്പറ്റീഷൻ അല്ല വർദ്ധിപ്പിക്കേണ്ടത്. അലോ സ്റ്റുഡൻസ് ടു ക്വസ്റ്റ്യൻ, ഡിസഗ്രി റെസ്പെക്ട്ഫുള്ളി ആൻഡ് ഷെയർ പെർസ്പെക്റ്റീവ്സ്. ചോദ്യങ്ങൾ ചോദിക്കാനും ഒരു കാര്യം ഡിസഗ്രി ചെയ്യുന്നെങ്കിൽ അതിനെ എന്താണ്, ഒരു റെസ്പെക്ട്ഫുൾ ആയിട്ട് ബഹുമാനപൂർവ്വം അതിനെ നിരസിക്കാനും പെർസ്പെക്റ്റീവുകളെ, അവരുടെ ഒരു കാഴ്ചപ്പാടുകളെ ഷെയർ ചെയ്യാനും ഒക്കെ ആയിട്ട് ഉള്ള അവസരം കൊടുക്കണം. ട്രീറ്റ് ഓൾ സ്റ്റുഡൻസ് ഫെയർലി വിത്തൗട്ട് ഫേവറേറ്റിസം. എല്ലാ കുട്ടികളും ഒരുപോലെ കാണും, ഫേവറേറ്റിസം ഒരിക്കലും പാടില്ല. പ്രൊമോട്ട് ക്ലാസ് റൂം ഡെമോക്രസി, റെസ്പെക്ട് ടോളറൻസ് ആൻഡ് ഈക്വൽ ഓപ്പർച്യൂണിറ്റി. കുട്ടികളെ എന്ത് ചെയ്യണം, റെസ്പെക്ട് ചെയ്യാനും തമ്മിൽ റെസ്പെക്ട് ചെയ്യാൻ, ടോളറൻസ് എന്ത് ചെയ്യണം, സഹനശക്തി ഉണ്ടാക്കിയെടുക്കാനും, ഈക്വൽ ഓപ്പർച്യൂണിറ്റി എല്ലാവർക്കും തുല്യമായിട്ടുള്ള ഓപ്പർച്യൂണിറ്റി കൊടുക്കാനുമായിട്ടൊക്കെയുള്ള ആ ഒരു ക്ലാസ് റൂം ഡെമോക്രസി ടീച്ചർ ഉറപ്പ് വരുത്തണം. ലിസൺ ആക്റ്റീവ്ലി സ്റ്റുഡൻസ് കൺസേൺ, നീഡ്സ് ആൻഡ് സജഷൻ. കുട്ടികളുടെ കൺസേൺ ആവട്ടെ, നീഡ് ആവട്ടെ, സജഷനൊക്കെ ടീച്ചർ എന്ത് ചെയ്യണം, ആക്റ്റീവായിട്ട് ലിസൺ ചെയ്യണം. ക്ലാസ് റൂം ഇംപ്ലിക്കേഷൻ നോക്കിയാൽ ഇൻവോൾവ് സ്റ്റുഡൻസ് ഇൻ ഫോമിങ് ക്ലാസ് റൂം റൂൾസ് ആൻഡ് നോംസ്. നോക്കിക്കേ, ക്ലാസ് റൂം റൂൾസ് ആൻഡ് നോംസ് ഒക്കെ ഫോം ചെയ്യുന്നതിൽ ഇൻവോൾവ് ചെയ്യണം. യൂസ് ഗ്രൂപ്പ് ആക്ടിവിറ്റി, ഡിബേറ്റ് ആൻഡ് ഡിസ്കഷൻ. ഗ്രൂപ്പ് ആക്ടിവിറ്റീസ് കൊടുക്കണം, ഡിബേറ്റുകൾ കൊടുക്കണം, ഡിസ്കഷൻസ് കൊടുക്കണം. അലോ സ്റ്റുഡൻസ് ടു ചൂസ് റോൾസ്, ലീഡർ, പ്രസൻറ്റർ അല്ലെങ്കിൽ റെക്കോർഡർ പോലെയുള്ള റോളുകൾ ചൂസ് ചെയ്യാനായിട്ടുള്ള ഒരു അവസരം കൊടുക്കണം. ഇറ്റ് ഷൈ ഓർ കോയ് സ്റ്റുഡൻസ് ആൾസോ ഗെറ്റ് ഓപ്പർച്യൂണിറ്റി ടു പാർട്ടിസിപ്പേറ്റ്. ചില പിള്ളേരുണ്ടല്ലോ ഒതുങ്ങിക്കൂടി കുറേ പോയിരിക്കും, അപ്പോൾ അവരെ എന്ത് ചെയ്യണം, മുന്നോട്ട് കൊണ്ടുവരണം. ദെൻ ഹാൻഡിൽ കോൺഫ്ലിക്ട് ത്രൂ നെഗോഷിയേഷൻ, മെഡിറ്റേഷൻ. എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ അത് രമ്യതയിൽ പരിഹരിക്കാനായിട്ട് സാധിക്കണം. കൃത്യമുള്ള മീഡിയേറ്ററായിട്ട് ടീച്ചർ നിന്നുകൊണ്ട് പരിഹരിക്കണം. പിന്നെ റെസ്പെക്ട്ഫുൾ ആൻഡ് ഇൻക്ലൂസീവ് ക്ലാസ് റൂം എൻവയോൺമെൻറ്റ്. വളരെ റെസ്പെക്ട്ഫുൾ ആയിട്ടുള്ള എല്ലാവരെയും ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു ക്ലാസ് റൂം എൻവയോൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്യണം. അടുത്ത ടീച്ചർ ആസ് എ ഗൈഡ് എന്നുള്ള റോളാണ്. ടീച്ചർ ആസ് എ ഗൈഡ് ആക്ട് ലൈക്ക് എ നാവിഗേറ്റർ ഹെൽപ്പിംഗ് സ്റ്റുഡൻസ് പ്രോഗ്രസ് ഇൻ അക്കാദമിക്സ്, ബിഹേവിയർ, വാല്യൂസ് ആൻഡ് ഡിസിപ്ലിൻ. ടീച്ചർ എങ്ങനെയാണ് ഒരു നാവിഗേറ്ററായിട്ട്, കപ്പിത്താനായിട്ട് നിൽക്കണമെന്ന് നമ്മൾ പറയത്തില്ല. ഹെൽപ്പിംഗ് സ്റ്റുഡൻസ് പ്രോഗ്രസ് ഇൻ അക്കാദമിക്സ്, ബിഹേവിയർ, വാല്യൂസ് ആൻഡ് ഡിസിപ്ലിൻ. കുട്ടികളെ എന്ത് ചെയ്യണം, അക്കാദമിക്സിലാവട്ടെ, ബിഹേവിയറിലാവട്ടെ, വാല്യൂസിലാവട്ടെ, ഡിസിപ്ലിൻ ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നതിൽ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഗൈഡ് ആവണം. This role includes giving direction, correcting errors and helping students choose the right path with still allowing autonomy. കുട്ടികൾക്ക് ഡയറക്ഷൻസ് കൊടുക്കാനും അവർക്ക് തെറ്റുകൾ ഉണ്ടെങ്കിൽ അത് തിരുത്താനും പിന്നെ എന്താണ് കുട്ടികളെ ഹെൽപ്പ് ചെയ്യാനും അവർക്ക് യഥാർത്ഥ പാത ശരി ഏത് എന്ന് തിരഞ്ഞെടുക്കാൻ ഹെൽപ്പ് ചെയ്യാം. വിത്ത് സ്റ്റിൽ അലോയിങ് ഓട്ടോണമി എന്നും പറഞ്ഞുകൊണ്ട് കുട്ടികളുടെ എല്ലാ കാര്യവും ഞങ്ങൾ അങ്ങ് തീരുമാനിക്കുന്നു പറഞ്ഞ കാര്യമില്ല, അവർക്ക് ഓട്ടോണമി കൊടുക്കണം, പക്ഷേ ആവശ്യത്തിനനുസരിച്ചുള്ള ഡയറക്ഷൻസ് കൊടുക്കണം. ഫങ്ഷൻസ് നോക്കിയാൽ ക്ലാരിഫൈ ഡിഫിക്കൽട്ട് കൺസെപ്റ്റ് ആൻഡ് ഹെൽപ്പ് സ്റ്റുഡൻസ് ഓവർകം ഒബ്സ്റ്റക്കിൾസ്. ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കൺസെപ്റ്റുകൾ ക്ലാരിഫൈ ചെയ്ത് കൊടുക്കണം. ഒബ്സ്റ്റക്കിൾസ് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, ഹെൽപ്പ് ചെയ്യണം. സെറ്റ് അക്കാദമിക് ആൻഡ് ബിഹേവിയറൽ എക്സ്പെക്ടേഷൻ ഹെൽപ്പ് സ്റ്റുഡൻസ് റീച്ച് ദം. അക്കാദമിക് ആൻഡ് ബിഹേവിയറൽ ആയിട്ടുള്ള എക്സ്പെക്ടേഷൻസ് കൊടുക്കണം. അവ എന്താണ് ഹെൽപ്പ് സ്റ്റുഡൻസ് ടു റീച്ച് ദം. എന്നിട്ട് എന്ത് ചെയ്യണം, കുട്ടി അത് റീച്ച് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുകയും വേണം. പ്രൊവൈഡ് ഡയറക്ഷൻ ഇൻ പ്രോജക്ട്സ്, എക്സ്പീരിയൻസ് ആൻഡ് അസൈൻമെൻറ്റ്സ്. ഡയറക്ഷൻ പ്രോജക്ട്സിലാവട്ടെ, എക്സ്പെരിമെൻറ്റ്സിലാവട്ടെ, അസൈൻമെൻറ്റിലാവട്ടെ ഒക്കെ എന്ത് ചെയ്യണം, കൃത്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ കൊടുക്കണം. ദെൻ എൻകറേജ് സെൽഫ് ലേണിംഗ് ആൻഡ് ടൈം മാനേജ്മെൻറ്റ്. സ്വയം പഠിക്കാനും സമയം മാനേജ് ചെയ്യാനും ഒക്കെ കുട്ടിയെ എന്ത് ചെയ്യണം, തീർച്ചയായിട്ടും ടീച്ചർ എൻകറേജ് ചെയ്യണം. ഹെൽപ്പ് സ്റ്റുഡൻസ് അനലൈസ് മിസ്റ്റേക്സ് ആൻഡ് ലേൺ ഫ്രം ദം. കുട്ടികൾ മിസ്റ്റേക്ക് വരുത്താം, മിസ്റ്റേക്കുകൾ മനസ്സിലാക്കാനും അതിൽ നിന്ന് പഠിക്കാനും സഹായിക്കണം. യൂസ് സ്റ്റുഡൻസ് കാജുവലി ഫ്രം ഡിപ്പെൻഡൻസ് ടു ഇൻഡിപെൻഡൻസ്. അങ്ങനെ തീർച്ചയായിട്ടും തുടക്കത്തിലൊരു ഡിപ്പെൻഡൻസ് ഉണ്ട്, പക്ഷെ അവിടെ നിന്ന് കുട്ടി വളർന്ന് എങ്ങോട്ട് പോകണം, ഇൻഡിപെൻഡൻറ്റ് സ്റ്റേജിലോട്ട് പോകണം. ക്ലാസ് റൂം ഇംപ്ലിക്കേഷൻ നോക്കിക്കഴിഞ്ഞാൽ പ്രൊവൈഡ് സ്ട്രക്ചേർഡ് നോട്ട്സ്, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഇൻസ്ട്രക്ഷൻ ഫോർ കോംപ്ലക്സ് ടാസ്കും. സ്ട്രക്ചേർഡ് ആയിട്ടുള്ള നോട്ട്സ് കൊടുക്കണം, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് കൊടുക്കണം. കോംപ്ലക്സ് ടാസ്കുകളൊക്കെ വരുന്ന സമയത്ത് ആവശ്യമായ ടീച്ചറിൻ്റെ സഹായം അത് കൊടുക്കണം. ഗീവ് കൺസ്ട്രക്റ്റീവ് ഫീഡ്ബാക്കിന് സപ്പോർട്ടീവ് വേ. ഒരു കൺസ്ട്രക്റ്റീവ് ആയിട്ടുള്ള ഫീഡ്ബാക്ക് കൊടുക്കണം, വളരെ സപ്പോർട്ടീവ് ആയിട്ടുള്ള രീതിയിലാണ് കൊടുക്കേണ്ടത്.
യൂസ് ലേണിംഗ് പാത്വേ ഓർ ചെക്ക് ലിസ്റ്റ് ഗൈഡ് സ്റ്റുഡൻസ് ത്രൂ ടാസ്ക്. ലേണിംഗ് പാത്വേ അല്ലെങ്കിൽ ചെക്ക് ലിസ്റ്റ് ഒക്കെ കൊടുത്തു കഴിഞ്ഞ് കുട്ടികൾക്ക് എന്താണ് അവരുടെ ടാസ്ക് അവർ ശരിയായ ദിശയിലാണോ പോകുന്നത് എന്ന് ഉറപ്പ് വരുത്താനായിട്ട് കൊടുക്കാം. ഒബ്സർവ് ഈച്ച് സ്റ്റുഡന്റ് ആൻഡ് അഡ്രസ് സ്പെസിഫിക് ലേണിംഗ് ഗ്യാപ്സ്. ഓരോ കുട്ടിയെ നിരീക്ഷിക്കുക, അവരുടെ ഇടയിൽ ലേണിംഗ് ഗ്യാപ്സ് കണ്ടെത്തുക. എൻകറേജ് സ്റ്റുഡൻസ് ടു ആസ്ക് ക്വസ്റ്റ്യൻസ് ആൻഡ് സീക്ക് ക്ലാരിഫിക്കേഷൻ. ചോദ്യങ്ങൾ ചോദിക്കാനും ക്ലാരിഫിക്കേഷൻ കൊടുക്കാനും ഒക്കെ ആയിട്ട് എന്ത് ചെയ്യാം, എൻകറേജ് ചെയ്യാം. ഹെൽപ് സ്റ്റുഡൻസ് ഡെവലപ്പ് സ്റ്റഡി സ്കിൽ ആൻഡ് ഓർഗനൈസേഷൻ. കുട്ടികൾക്ക് എന്താണ് സ്കില്ലുകൾ പഠിക്കാനും ഓർഗനൈസ് ചെയ്യാനും ഒക്കെ ആയിട്ട് എന്ത് ചെയ്യുക, തീർച്ചയായിട്ടും ടീച്ചർ ആ ഒരു ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യാം. അടുത്ത ടീച്ചർ ആസ് എ കൗൺസിലർ. ഈ കൗൺസിലർ സപ്പോർട്ട് ദ ഇമോഷണൽ, സൈക്കോളജിക്കൽ ആൻഡ് സോഷ്യൽ വെൽബീയിങ് ഓഫ് സ്റ്റുഡൻസ്. ഇവിടെ നമുക്ക് എന്താണ് ഒരു കൗൺസിലർ എന്ന് പറയുമ്പം നമുക്ക് അവിടെ തീർച്ചയായിട്ടും ഇമോഷൻസുമായിട്ട് കണക്ട് ആണ്. ടീച്ചർ ഒരു കൗൺസിലർ ആവണം. കുട്ടികളുടെ ഇമോഷണൽ ആയിട്ടുള്ള, സൈക്കോളജിക്കൽ ആയിട്ടുള്ള, സോഷ്യൽ വെൽബീയിങ്ങിൽ സപ്പോർട്ട് ചെയ്യുന്ന ഒരു റോള് ആർക്കുണ്ട്, ടീച്ചറിന് ഉണ്ട്. ദ റോൾ ഹെൽപ് സ്റ്റുഡൻസ് മാനേജ് സ്ട്രെസ്, ബിൽഡ് കോൺഫിഡൻസ്, റിസോൾവ് കോൺഫ്ലിക്റ്റ് ആൻഡ് മേക്ക് റെസ്പോൺസിബിൾ ചോയ്സസ്. ഇവിടെ നോക്കിക്കേ, ഈ ഒരു റോൾ എന്ന് പറയുമ്പോഴത്തേക്ക് കുട്ടികളുടെ സ്ട്രെസ് മാനേജ് ചെയ്യാനും കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാനും കോൺഫ്ലിക്റ്റുകൾ കുറയ്ക്കാനും റെസ്പോൺസിബിൾ ചോയ്സസ് കൊടുക്കാനും ഒക്കെ ആയിട്ട് എന്ത് ചെയ്യാം, ഈ ഒരു റോള് ഹെൽപ്പ് ചെയ്യുന്നതാണ്. ദെൻ എന്താ, ടീച്ചേഴ്സ് കനോട്ട് റീപ്ലേസ് പ്രൊഫഷണൽ കൗൺസിലേഴ്സ്. പ്രൊഫഷണൽ കൗൺസിലറിന് തുല്യമാണോ ടീച്ചർ എന്ന് ചോദിച്ചാൽ ഒരിക്കലും അല്ല. പക്ഷേ എന്താണ്, ബട്ട് കാൻ പ്രൊവൈഡ് ഫസ്റ്റ് ലെവൽ ഗൈഡൻസ്. ആദ്യത്തെ ലെവൽ ഗൈഡൻസ് കൊടുക്കാൻ ടീച്ചറിന് പറ്റും. ആവശ്യമുണ്ടെങ്കിൽ അടുത്ത ലെവലിലോട്ട് എന്ത് ചെയ്യാം, ആ ഒരു പ്രൊഫഷണൽ കൗൺസിലർ ലെവലിലോട്ട് പോകേണ്ട ആവശ്യമുണ്ടെങ്കിൽ അങ്ങോട്ട് വിടാം. എന്നാൽ ചെറിയ പ്രശ്നങ്ങളൊക്കെ ആണെങ്കിൽ ടീച്ചറിനെ കൊണ്ട് പരിഹരിക്കാവുന്നതാണ്. ഫംഗ്ഷൻ നോക്കിയാൽ ക്രിയേറ്റ് എ സേഫ് ട്രസ്റ്റിംഗ് ക്ലൈമറ്റ് വേർ സ്റ്റുഡൻസ് ക്യാൻ എക്സ്പ്രസ് ഫീലിങ്സ്. കുട്ടികൾക്ക് സേഫ് ആയിട്ടുള്ള, വിശ്വാസയോഗ്യമായിട്ടുള്ള ഒരു എന്ത് ചെയ്യുക, ഒരു ക്ലൈമറ്റ് സൃഷ്ടിച്ചു കൊടുക്കുക. അവരുടെ ഫീലിങ്സ് അവർക്ക് ഫ്രീ ആയിട്ട് എക്സ്പ്രസ് ചെയ്യാൻ കഴിയുന്ന ഒരു കണ്ടീഷൻ കൊടുക്കും. ലിസൺ ആക്റ്റീവ്ലി വിത്തൗട്ട് ജഡ്ജ്മെന്റ് ഓർ ഇന്ററപ്ഷൻ. ആക്റ്റീവായിട്ട് കുട്ടിയെ എന്ത് ചെയ്യുക, കേൾക്കുക, അല്ലാതെ ഇടയ്ക്ക് കയറി പറയാനോ അല്ലെങ്കിൽ ആദ്യമേ കുട്ടിയെ ജഡ്ജ് ചെയ്യാനോ നിൽക്കാതിരിക്കുക. ഐഡന്റിഫൈസ് പ്രോബ്ലംസ് റിലേറ്റഡ് ടു ബിഹേവിയർ, ലേണിംഗ്, ഇമോഷൻസ്, പിയർ പ്രഷർ, ഫാമിലി ഇഷ്യൂസ്. അവരുടെ പ്രശ്നം ബിഹേവിയർ ആയിട്ടുള്ളതാവാം, ലേണിംഗുമായിട്ട് ബന്ധപ്പെട്ടതാവാം, ഇമോഷനുമായി ബന്ധപ്പെട്ടതാവണം, പിയർ പ്രഷറുമായി ബന്ധപ്പെട്ടതാവാം, ഫാമിലി ഇഷ്യൂ ആകാം. എന്തായാലും അത് കേൾക്കാൻ ടീച്ചർ തയ്യാറാവുക. എൻകറേജ് പോസിറ്റീവ് കോപ്പിംഗ് സ്ട്രാറ്റജീസ് ആൻഡ് പ്രോബ്ലം സോൾവിംഗ് സ്കിൽ. വളരെ പോസിറ്റീവായിട്ടും ഈ പ്രോബ്ലത്തിനെ സോൾവ് ചെയ്യാനും അതിനെ തരണം ചെയ്യാനുള്ള സ്ട്രാറ്റജീസ് ടീച്ചറിന് പറഞ്ഞു കൊടുക്കാം. ഗൈഡ്സ് ഇൻ ഡിസിഷൻ മേക്കിംഗ് റിഗാർഡിംഗ് അക്കാദമിക്സ്, ഫ്രണ്ട്ഷിപ്പ് ഓർ റെസ്പോൺസിബിലിറ്റി. അക്കാദമിക്സ്, ഫ്രണ്ട്ഷിപ്പ്, റെസ്പോൺസിബിലിറ്റി എന്ത് വന്നാലും അവിടെ എന്ത് ചെയ്യാം, ഡിസിഷൻ മേക്കിങ്ങിൽ ടീച്ചറിന് കുട്ടിയെ ഗൈഡ് ചെയ്യാനായിട്ട് സാധിക്കും. Refer serious cases to mental health professionals when needed. ഇനി ടീച്ചറിൻ്റെ കയ്യിൽ നിൽക്കില്ല, കുറച്ച് സീരിയസ് ഇഷ്യൂ ആണെങ്കിൽ തീർച്ചയായിട്ടും ഒരു കാരണവശാലും ഒരു കൗൺസിലറിൻ്റെ ഹെൽപ്പ് എടുക്കാനായിട്ട് മടിക്കരുത്. അപ്പോൾ തന്നെ എന്ത് ചെയ്യാം, അവർക്ക് റെഫർ ചെയ്യാം. ക്ലാസ് റൂം ഇംപ്ലിക്കേഷൻ നോക്കാം. കോൺഫിഡൻഷ്യാലിറ്റി ആൻഡ് ഹാൻഡിൽ സ്റ്റുഡൻറ്റ് ഇഷ്യൂസ് സെൻസിറ്റീവ്ലി. കുട്ടി ഒരു പ്രശ്നം വന്ന് പറയുമ്പോൾ അത് രഹസ്യ സ്വഭാവമുള്ളതാണെങ്കിൽ ഒരിക്കലും അതെന്താ പരസ്യമാക്കാൻ പാടില്ല. കോൺഫിഡൻഷ്യാലിറ്റി ഉറപ്പ് വരുത്തുക. സെൻസിറ്റീവ് ആയിട്ടുള്ള ഇഷ്യൂസ് ആണെങ്കിൽ അത് ടീച്ചറിനോട് കുട്ടി അത്രയും രഹസ്യമായിട്ട് വന്ന് പറയുന്ന കാര്യം ടീച്ചറിലും കുട്ടിയിലും ഒതുങ്ങി നിൽക്കണം. ഇനി അത് ടീച്ചറിൻ്റെ കയ്യിൽ നിൽക്കില്ല എന്നുണ്ടെങ്കിൽ പ്രൊഫഷണൽ കൗൺസിലിങ്ങിലോട്ട് മാത്രമേ പോകാൻ പാടുള്ളൂ. ബി അപ്രോച്ചബിൾ സോ ദാറ്റ് സ്റ്റുഡൻറ്റ് ഫീൽ കംഫർട്ടബിൾ ഷെയറിങ് പ്രോബ്ലം. നമ്മൾ കുട്ടിക്ക് എപ്പോഴും നമ്മൾ എന്താണ് അപ്രോച്ചബിൾ ആയിട്ടുള്ളൊരു ടീച്ചർ ആയിരിക്കണം. നമ്മളോട് വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് പരിഹാരം ഉണ്ടാകും എന്നുള്ള ഒരു വിശ്വാസം കുട്ടിക്ക് ഉണ്ടാകുന്ന തരത്തിലുള്ള ടീച്ചറാകണം. ഒബ്സർവ് സൈൻസ് ഓഫ് സ്ട്രെസ്, ബുള്ളിങ്, ഐസൊലേഷൻ ഓർ ബിഹേവിയറൽ ചേഞ്ച്. അപ്പോൾ എന്താണ്, കുട്ടികളുടെ സ്ട്രെസ് അല്ലെങ്കിൽ ബുള്ളിങ്, ആരെങ്കിലും ഒക്കെ കളിയാക്കുക, ഐസൊലേഷൻ, അവർ ഒറ്റപ്പെടുക, അല്ലെങ്കിൽ അവരുടെ ബിഹേവിയറിലെ വ്യത്യാസമൊക്കെ കണ്ടു കഴിഞ്ഞാൽ ടീച്ചറെ പെട്ടെന്ന് തന്നെ നോട്ട് ചെയ്യണം, സപ്പോർട്ട് കൊടുക്കണം. അക്കാദമിക് അല്ലെങ്കിൽ ഇമോഷണൽ ഡിഫിക്കൽട്ടി വരുമ്പോൾ സപ്പോർട്ട് കൊടുക്കണം. പോസിറ്റീവ് റിലേഷൻഷിപ്പ് എമോങ് പിയേഴ്സിൻ്റെ ഇടയിൽ എന്ത് ചെയ്യുക, പോസിറ്റീവ് ആയിട്ടുള്ള റിലേഷൻഷിപ്പുകൾ കൊടുക്കണം. കണ്ടക്ട് സെഷൻസ് ഓൺ വാല്യൂസ്, സ്ട്രെസ് മാനേജ്മെൻറ്റ് ഓർ ഇൻ്റർപേഴ്സണൽ സ്കിൽസും. വാല്യൂസ് ആവട്ടെ, സ്ട്രെസ് മാനേജ്മെൻറ്റ് ആവട്ടെ, ഇൻ്റർപേഴ്സണൽ സ്കിൽസ് ആവട്ടെ, അവിടെയൊക്കെ എന്താണ് കൃത്യമായിട്ടുള്ള സെക്ഷൻസ് ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് കുട്ടികൾക്ക് പ്രൊവൈഡ് ചെയ്യണം. അടുത്ത ടീച്ചർ ആസ് എ മെന്റർ. എ മെന്റർ പ്രൊവൈഡ് ലോങ് ടേം സപ്പോർട്ട് ഫോർ ദ പേഴ്സണൽ ആൻഡ് അക്കാദമിക് ഡെവലപ്മെന്റ് ഓഫ് ലേണറിന്റെ ഒരു എന്താണ് ലോങ് ടേം സപ്പോർട്ട് കൊടുക്കുന്ന, പേഴ്സണൽ ആവട്ടെ അക്കാദമിക് ഡെവലപ്മെന്റ് ആവട്ടെ, അവിടെ ഒരു മെന്റർ എന്നുള്ള റോള് വളരെ ഇമ്പോർട്ടൻ്റ് ആണല്ലേ ഡെവലപ്മെൻറ്റിൽ. മെന്റർ ഇസ് എ റോൾ മോഡൽ ഹു ഷെയർസ് വാല്യൂസ്, ലൈഫ് ലെസൺസ് ആൻഡ് ഗൈഡൻസ് ബിയോണ്ട് ടെക്സ്റ്റ് ബുക്ക്. ടെക്സ്റ്റ് ബുക്കിന് അപ്പുറമായിട്ട് കുട്ടികൾക്ക് എന്താണ് വാല്യൂസ് ആവട്ടെ, ലൈഫ് ലെസൺ ആവട്ടെ, ഗൈഡൻസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ഒരാളാകണം മെന്റർ എന്ന് പറയുന്നത്. ദിസ് റോൾ എംഫസൈസസ് ഓവറോൾ പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ്. കുട്ടികളുടെ എന്താണ് ഓവറോൾ പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റിന് തീർച്ചയായിട്ടും എന്താവശ്യമാണ്, ഒരു മെന്റർ ആവശ്യമാണ്. അപ്പോൾ ആ ഒരു റോള് ആര് പ്ലേ ചെയ്യണം, ടീച്ചർ പ്ലേ ചെയ്യണം.
ഫങ്ഷൻസ് ഓക്കെ മോട്ടിവേറ്റ് സ്റ്റുഡൻസ് ടു സെറ്റ് ആൻഡ് അച്ചീവ് ലോങ് ടേം ഗോൾസ്. ലോങ് ടേം ഗോളൊക്കെ വരുമ്പോൾ അതിനെയൊക്കെ എന്താണ് സെറ്റ് ചെയ്യാനായിട്ട് കൂടെ നിൽക്കണം. കുട്ടികൾ സെറ്റ് ചെയ്യുമ്പോഴത്തേക്ക് എന്താണ് കൂടെ നിൽക്കുകയും അതിനുവേണ്ട ഹെൽപ്പ് പ്രൊവൈഡ് ചെയ്യുകയും ചെയ്യണം. പ്രൊവൈഡ്സ് കരിയർ ഗൈഡൻസ് ആൻഡ് അഡ്വൈസ് ബേസ്ഡ് ഓൺ എക്സ്പീരിയൻസ് അനുസരിച്ച് എന്ത് ചെയ്യാം, ടീച്ചറിന് ഗൈഡൻസും അഡ്വൈസും ഒക്കെ കുട്ടിക്ക് എന്താണ് കരിയറുമായിട്ടൊക്കെ ബന്ധപ്പെട്ടാണെങ്കിൽ പ്രൊവൈഡ് ചെയ്യുക. എൻകറേജ് സെൽഫ് ഡിസിപ്ലിൻ, പെർസെവറൻസ് ആൻഡ് റെസിലിയൻസ്. കുട്ടികൾ സ്വയം എന്ത് ചെയ്യുക, നല്ല അച്ചടക്കമുള്ളവരായി വരാനും അതോടൊപ്പം എന്താണ് അവരൊരു കാര്യം ചെയ്യാനാണെങ്കിൽ അതിൽ തന്നെ ഉറച്ചു നിൽക്കാനും അതോടൊപ്പം തന്നെ എന്താണ് എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ അവിടെ എന്താണ് തകർന്നു പോകാതെ മടങ്ങിയെത്താൻ അവർ ബൗൺസിങ് ബാക്കിനുള്ള ഹെൽപ്പും പ്രൊവൈഡ് ചെയ്യുക. ഐഡന്റിഫൈസ് ടാലൻസ് ഇൻ സ്പോർട്സ്, ആർട്സ്, അക്കാദമിക് ആൻഡ് ഔഷധം. ഇപ്പോൾ എന്താണ് കരിക്കുലർ, കോ കരിക്കുലർ, എക്സ്ട്രാ കരിക്കുലർ ഏത് ഫീൽഡിലാവോ കുട്ടിക്ക് ടാലൻ്റ് ഉള്ളത് ആ ഒരു ഏരിയ എന്ത് ചെയ്യാൻ നർച്ചർ ചെയ്യുക. ബിൽഡ് കോൺഫിഡൻസ് ബൈ ഗിവിംഗ് സിൻസിയർ എൻകറേജ്മെന്റ് ആൻഡ് ഡിറക്ഷൻ. അപ്പോൾ നോക്കിക്ക് കോൺഫിഡൻസ് കൊടുക്കുക, എൻകറേജ്മെന്റും ഡിറക്ഷനും ഒക്കെ കൊടുക്കാം. ദെൻ ആക്ട് ആസ് എ റോൾ മോഡൽ ഇൻ ബിഹേവിയർ, എത്തിക്സ് ആൻഡ് ക്യാരക്ടർ. ബിഹേവിയറിലും എത്തിക്സിലും ക്യാരക്ടറിലും ഒക്കെ കുട്ടിക്ക് എന്താണ് ഒരു റോൾ മോഡലായിട്ട് ആക്ട് ചെയ്യുക. അടുത്ത ക്ലാസ് റൂം ഇംപ്ലിക്കേഷൻ നോക്കിയാൽ ഗീവ് ഓപ്പർച്യൂണിറ്റീസ് ഫോർ ലീഡർഷിപ്പ്. ക്ലാസ് മോണിറ്റർ, ടീം ലീഡർ പോലെയൊക്കെയുള്ള ആ ഒരു ലീഡർഷിപ്പിനുള്ള ഓപ്പർച്യൂണിറ്റി ടീച്ചർ കൊടുക്കുക. പാർട്ടിസിപ്പേഷൻ ആക്ടിവിറ്റി ബേസ്ഡ് ഓൺ സ്ട്രെങ്ത്. നോക്കിക്കുകയും സ്ട്രെങ്ത് കുട്ടിക്ക് കുറേ സ്ട്രെങ്തുകളുണ്ട്, അപ്പോൾ അതിനെ ബേസ് ചെയ്തുള്ള ആക്ടിവിറ്റീസ് ഒക്കെ കൊടുക്കുക. പ്രൊവൈഡ് പേഴ്സണലൈസ്ഡ് ഫീഡ്ബാക്ക് ടു ഇൻസ്പയർ ഗ്രോത്ത്. കുട്ടികളുടെ ഗ്രോത്ത് വളരാനായിട്ട് പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള ഓരോ കുട്ടിക്കും സെപ്പറേറ്റ് ആയിട്ട് പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള ഫീഡ്ബാക്ക് കൊടുക്കാം. ഷെയർ സ്റ്റോറീസ് ഓഫ് പെർസെവറൻസ് ആൻഡ് എത്തിക്കൽ ബിഹേവിയർ. ഒരു കാര്യത്തിൽ നമ്മൾ ഉറച്ചു നിൽക്കുന്ന ആ ഒരു കാര്യവുമാണെങ്കിലും അല്ലെങ്കിൽ എത്തിക്കൽ ബിഹേവിയർ ഉള്ള കാര്യവുമാണെങ്കിലും അതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള കഥകൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കും. അപ്പോൾ അവരിലും ആ ഒരു മോട്ടിവേഷൻ ഉണ്ടാകും. മെയിൻ കൺസിസ്റ്റന്റ് കോൺടാക്ട് ദ ലേണേഴ്സ് ടു മോണിറ്റർ പ്രോഗ്രസ്. കുട്ടികളുമായിട്ട് എപ്പോഴും കോൺടാക്റ്റിലിരിക്കുക, എന്നാൽ മാത്രമേ അവരുടെ പ്രോഗ്രസ് നമുക്ക് മോണിറ്റർ ചെയ്യാനായിട്ട് പറ്റുകയുള്ളൂ. പ്രൊമോട്ട് റിഫ്ലക്റ്റീവ് തിങ്കിങ് ആൻഡ് സെൽഫ് ഇവാലുവേഷൻ. കുട്ടികളിൽ റിഫ്ലക്റ്റീവ് തിങ്കിങ്ങും സെൽഫ് ഇവാലുവേഷനും പ്രൊമോട്ട് ചെയ്യുക. ഇനി അടുത്ത ടീച്ചർ ആസ് എ സോഷ്യൽ എഞ്ചിനീയർ. ഈ സോഷ്യൽ എഞ്ചിനീയർ ഡിസൈൻസ് ആൻഡ് ഷേപ്പ് ദി സോഷ്യൽ ബിഹേവിയർ ഓഫ് സ്റ്റുഡൻസ്. കുട്ടികളുടെ സോഷ്യൽ ബിഹേവിയർ ഷേപ്പ് ചെയ്യുന്നതിൽ വളരെ വലിയൊരു റോൾ ആർക്കുണ്ട്, ടീച്ചറിന് ഉണ്ട്. ടീച്ചർ ഹെൽപ്പ് ബിൽഡ് എ സൊസൈറ്റി ബേസ്ഡ് ഓൺ ഇക്വാളിറ്റി, ജസ്റ്റിസ് ആൻഡ് ഹാർമണി. ഇക്വാളിറ്റിയും ജസ്റ്റിസും ഹാർമണിയും ഒക്കെ ഉറപ്പുവരുത്തുന്ന തരത്തിലുള്ള ഒരു സൊസൈറ്റിയാണ് ടീച്ചർ ബിൽഡ് ചെയ്യേണ്ടത്. ദിസ് റോൾ അഡ്രസ് സോഷ്യൽ ഇഷ്യൂസ് ആൻഡ് പ്രൊമോട്ട് വാല്യൂസ് നെസറി ഫോർ റെസ്പോൺസിബിൾ സിറ്റിസൺഷിപ്പ്. അപ്പോൾ ഈ റോൾ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ സോഷ്യൽ ഇഷ്യൂസിനെ എന്ത് ചെയ്യാനായിട്ടാണ്, അഡ്രസ്സ് ചെയ്യാനായിട്ടാണെങ്കിലും കുട്ടികളുടെ ആ ഒരു വാല്യൂസ് പ്രൊമോട്ട് ചെയ്യാനും റെസ്പോൺസിബിൾ സിറ്റിസൺഷിപ്പും ഒരു നല്ല എന്താണ് ഉത്തരവാദിത്തമുള്ള പൗരനായിട്ട് വളർന്നു വരാനും ഒക്കെ എന്താണ് ആ ഒരു കുട്ടി വരണമെങ്കിൽ അതിനെ ഹെൽപ്പ് ചെയ്യുന്ന റോൾ ആർക്കാണ്, ടീച്ചറിനാണ്. ടീച്ചർ വാല്യൂസ് ലൈക്ക് എംപതി, കോപ്പറേഷൻ, ടോളറൻസ്, ഓണസ്റ്റി ആൻഡ് ജെൻഡർ ഇക്വാളിറ്റി. അപ്പോൾ എന്തൊക്കെ വാല്യൂസ് ആണ്? എംപതി, കോപ്പറേഷൻ, ടോളറൻസ്, ഓണസ്റ്റി ആൻഡ് ജെൻഡർ ഇക്വാളിറ്റി. എംപതി മറ്റുള്ളവരുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ ചിന്തിക്കാൻ സാധിക്കുക, കോപ്പറേഷൻ സഹകരണം, ടോളറൻസ് സഹനശക്തി, ഓണസ്റ്റി എന്താണ് സത്യസന്ധത, ജെൻഡർ ഇക്വാളിറ്റി നമുക്കറിയാലോ ഏത് ജെൻഡറിലുള്ള ആളാണെങ്കിലും ഈക്വൽ ആയിട്ട് ട്രീറ്റ് ചെയ്യും. ഇത്തരം വാല്യൂസ് ഒക്കെ എന്ത് ചെയ്യുക കുട്ടിയിൽ ഇൻകൾക്കേറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് ടീച്ചറിന് സാധിക്കണം. പ്രിവെന്റ് സോഷ്യൽ ഈവിൽ സച്ച് ആർ ഡിസ്ക്രിമിനേഷൻ, ബുള്ളിങ്, സ്റ്റീരിയോടൈപ്സ് ആൻഡ് പ്രെജുഡിസ്. സമൂഹത്തിലുള്ള കുറേ തെറ്റായ ധാരണകളൊക്കെ ഉണ്ടല്ലോ, മുൻധാരണകൾ, തെറ്റായ ധാരണകൾ, പിന്നെ മറ്റുള്ളവരെ എന്താണ് കളിയാക്കുക, ഒറ്റപ്പെടുത്തുക, പിന്നെ അവരെക്കുറിച്ച് വിധി വെക്കുക, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുക സമൂഹത്തിലെ ഈവിൽസ് ആണ്. അപ്പം അതിനെ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് ടീച്ചറിന് കുട്ടിക്ക് കഴിയണമെങ്കിൽ അത് ടീച്ചർ വേണം ഇൻകൾക്കേറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട്. പ്രൊമോട്ട് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ത്രൂ അവയർനെസ് പ്രോഗ്രാംസ്, കമ്മ്യൂണിറ്റി സർവീസ് എക്സെട്ര. സോഷ്യൽ റെസ്പോൺസിബിലിറ്റി കുട്ടിക്ക് ഉണ്ടാവുക. അപ്പോൾ സമൂഹത്തിനോടുള്ള ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ടാവണമെങ്കിൽ അവയർനെസ് പ്രോഗ്രാമുകളും കമ്മ്യൂണിറ്റി സർവീസും ഒക്കെ നടത്തുക. Then encourage critical thinking about societal issues and media influence. സൊസൈറ്റിയിൽ ഇഷ്യൂസ് അല്ലെങ്കിൽ മീഡിയയുടെ ഇൻഫ്ലുവൻസ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യും കുട്ടികൾ ക്രിട്ടിക്കലി ചിന്തിക്കാനായിട്ടുള്ള അവസരം കൊടുക്കാം. ഇൻഷുർ ഇൻക്ലൂഷൻ ഓഫ് ഡൈവേഴ്സ് ലേണേഴ്സ് റെസ്പെക്റ്റീവ് ഓഫ് ബാക്ക്ഗ്രൗണ്ട്, എബിലിറ്റി ഓഫ് കൾച്ചർ. ലേണേഴ്സ് പല ബാക്ക്ഗ്രൗണ്ടിൽ നിന്നവരും പല എബിലിറ്റി ഉള്ളവരാണ്, പല കൾച്ചറിൽ നിന്ന് വരുന്നവരാണ്. ആ ലേണേഴ്സിനെ ഇൻക്ലൂസീവായിട്ട് എന്നാലും എല്ലാവരെയും എന്താണ് ഒരേ സമഭാവനയോടെ കാണാൻ ടീച്ചറിന് സാധിക്കണം. അപ്പോൾ സമൂഹത്തിൽ എന്താണ് ആ ഒരു ഇക്വിറ്റി കൊണ്ടുവരാനായിട്ട് ടീച്ചറിന് ഒരു വലിയ റോൾ ഉണ്ടെന്ന് നമുക്കിവിടെ മനസ്സിലാക്കാം. ബിൽഡ്സ് എ സെൻസ് ഓഫ് യൂണിറ്റി ആൻഡ് നാഷണൽ ഇൻറ്റഗ്രേഷൻ. അപ്പോൾ എല്ലാവരും ഒന്ന് നമ്മുടെ ഒരു ദേശീയതയാണെങ്കിലും അല്ലെങ്കിൽ എന്താണ് എല്ലാവരിലും ഒരു ഏകത്വമാണെങ്കിലും ഒക്കെ വളർത്തിക്കൊണ്ട് വരണമെങ്കിൽ കുട്ടികൾ വളർത്തിക്കൊണ്ട് വരണമെങ്കിൽ ടീച്ചറിനത് ആ ഒരു വാല്യൂസ് കുട്ടിയിലേക്ക് ഇൻകൾക്കേറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കണം.
ഈ ക്ലാസ് റൂം ഇംപ്ലിക്കേഷൻ നമ്മൾ നോക്കിയാൽ ക്ലാസ്സിലെ ആക്ടിവിറ്റീസിലെല്ലാം എപ്പോഴും എങ്ങനെ ആയിരിക്കണം, കൊലാബറേഷനും മ്യൂച്വൽ റെസ്പെക്റ്റും പരസ്പരമായിട്ടുള്ള ഒരു ബഹുമാനം ഒരു സഹകരണം ഒക്കെ ഉള്ള രീതിയിലായിരിക്കണം. അഡ്രസ് ഹാംഫുൾ ആറ്റിറ്റ്യൂഡ്സ്, ബയാസ്, സ്റ്റിഗ്മ ത്രൂ ഡിസ്കഷൻ ആൻഡ് എക്സാമ്പിൾസ്. ചില കാര്യങ്ങളിൽ ചില കുട്ടികൾക്ക് ഒരു ഹാംഫുൾ ആയിട്ടുള്ള ആറ്റിറ്റ്യൂഡ് അവരുടെ കുറ്റമല്ല, അവർ സമൂഹത്തിൽ നിന്നൊരു പക്ഷേ അതായിരിക്കും കേട്ടും കണ്ടും മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പോൾ തെറ്റായിട്ടുള്ള കാര്യങ്ങളെ തെറ്റെന്ന് തന്നെ കുട്ടിക്ക് മനസ്സിലാക്കി കൊടുക്കാനായിട്ട് ഡിസ്കഷനും എക്സാമ്പിൾസ് ഒക്കെ കൊണ്ടുവരാം. കൾച്ചറൽ ഡൈവേഴ്സിറ്റി, ഫെസ്റ്റിവൽസ് ആവട്ടെ, ട്രഡീഷണൽ ആവട്ടെ, ലാംഗ്വേജ് ആവട്ടെ, ഒക്കെ എന്താണ് എല്ലാവർക്കും എന്താണ് ഒരു വ്യക്തിയുടെ ട്രഡീഷൻ മോശമാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. എല്ലാവരുടെയും ഫെസ്റ്റിവലും ട്രഡീഷനും ലാംഗ്വേജും ഒക്കെ എന്താണ് ഇമ്പോർട്ടൻ്റ് ആണ്, ഒരേ പ്രാധാന്യമുള്ളതാണ്. അപ്പോൾ ആ ഡൈവേഴ്സിറ്റിയെ നമ്മൾ എന്ത് ചെയ്യുക, സെലിബ്രേറ്റ് ചെയ്യും. സോഷ്യലി ബെനിഫിഷ്യൽ ബിഹേവിയർ ലൈക്ക് ഹെൽപ്പിംഗ് അതേഴ്സ്, മറ്റുള്ളവരെ സഹായിക്കുക പോലെയുള്ള സോഷ്യലി ഹെൽപ്ഫുൾ ആയിട്ടുള്ള ബിഹേവിയേഴ്സിനൊക്കെ എന്ത് ചെയ്യുക, എൻകറേജ് ചെയ്യും. ഓർഗനൈസ് കമ്മ്യൂണിറ്റി റിലേറ്റഡ് ആക്ടിവിറ്റീസ്, ഇപ്പോൾ സമൂഹമായിട്ടൊക്കെ ചേർന്നുകൊണ്ടുള്ള കമ്മ്യൂണിറ്റി റിലേറ്റഡ് ആക്ടിവിറ്റീസ് ഒക്കെ വെക്കാലും. ക്ലെൻലിനെസ് ഡ്രൈവ്, ചാരിറ്റി, അപ്പോൾ എന്താണ് പരിസരം വൃത്തിയാക്കാം, പിന്നെ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള ചാരിറ്റി പ്രോഗ്രാംസ് അറേഞ്ച് ചെയ്യും. ഇതിലൊക്കെ കുട്ടികളെ നമുക്ക് എന്ത് ചെയ്യാം, പങ്കെടുപ്പിക്കാം. അങ്ങനെ പങ്കെടുപ്പിക്കണം എന്നുണ്ടെങ്കിൽ ടീച്ചർ തീർച്ചയായിട്ടും എന്ത് ചെയ്യണം, അങ്ങനെ പങ്കെടുക്കുന്ന ഒരാളായിരിക്കണം. അപ്പോൾ എന്താ പറയാം, ഫൈനലി നമുക്ക് മനസ്സിലാകേണ്ടത് ടീച്ചർ എന്ന് വെച്ചാൽ വന്നൊരു ഇൻസ്ട്രക്ഷൻ കൊടുത്തിട്ട് പോകുന്ന ആളല്ല, പക്ഷേ മൾട്ടി ഡയമെൻഷണൽ പ്രൊഫഷണൽ ആണല്ലേ. ടീച്ചറുടെ റോള് പഠിപ്പിക്കുക പോവുക അതിൽ ഒതുങ്ങുന്നില്ല, പകരം എന്തൊക്കെയുണ്ട്, മോട്ടിവേറ്റ് ലേണർ, കുട്ടികളെ മോട്ടിവേറ്റ് ചെയ്യാം. ഫെസിലിറ്റേറ്റ് ആക്റ്റീവ് ലേണിംഗ്, അവരുടെ പഠനത്തിനെ ആക്റ്റീവ് ലേണിങ്ങിനെ ഫെസിലിറ്റേറ്റ് ചെയ്യാം. ബിൽഡ്സ് ഡെമോക്രാറ്റിക് വാല്യൂസ്, അവരിൽ ജനാധിപത്യമായിട്ടുള്ള മൂല്യങ്ങൾ നിർമ്മിച്ചെടുക്കാം. ഗൈഡ്സ് അക്കാദമിക് ഗ്രോത്ത്, അവരുടെ അക്കാദമിക് ആയിട്ടുള്ള ഗ്രോത്തിനെ ഗൈഡ് ചെയ്യുക. സപ്പോർട്ട് ഇമോഷണൽ വെൽബീങ്, അവരുടെ മാനസികമായിട്ടുള്ള ആ ഒരു വെൽബീങ്ങിനെ സപ്പോർട്ട് ചെയ്യുക. മെൻറ്റേഴ്സ് ലൈഫ് ലോങ് ഡെവലപ്മെൻറ്റ് അല്ലേ, അവരുടെ ജീവിതം അവസാനം വരെയുള്ള ഡെവലപ്മെൻറ്റിൽ തീർച്ചയായിട്ടും മെൻറ്റർ ചെയ്യുക. then and shape society through values, വാല്യൂസിലൂടെ സമൂഹത്തിനെ എന്ത് ചെയ്യുക, ഷേപ്പ് ചെയ്ത് എടുക്കാം. ദീസ് റോൾസ് കളക്റ്റീവ്ലി ഹെൽപ്പ് ഇൻ ഹോളിസ്റ്റിക് ഡെവലപ്മെൻറ്റ് ഓഫ് എവറി ചൈൽഡ്. ഇത്രയും റോൾ ടീച്ചർ പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ ഓരോ കുട്ടിയുടെയും മൊത്തത്തിലുള്ള ഡെവലപ്മെൻറ്റ് നമുക്ക് എന്ത് ചെയ്യാം, ഉറപ്പ് വരുത്താനായിട്ട് സാധിക്കും. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാനുള്ളത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ടോപ്പിക്കാണ്. ക്വസ്റ്റ്യൻസ് കൊണ്ട് വർക്കൗട്ട് ചെയ്യാം. മറ്റൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം. താങ്ക് യു.